പണിമുടക്ക് കേരളത്തിന്റെ സിവിൽ സർവീസിലേക്കാൻ കഴിഞ്ഞില്ല. എന്റെ നിങ്ങളുടെ പണിമുടക്ക് നിങ്ങളുള്ള 4 വകുപ്പുകൾക്കപ്പുറം കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരനെ ഈ പണിമുടക്കത്തിന്റെ പ്രക്ഷോഭ രംഗത്തെ കൊണ്ടുവരുവാൻ എന്താണ് കഴിയാതെ പോയത്? അവിടെ കഴിയാതെ പോയത് ഈ ഗവൺമെന്റ് 4 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ഞാനും നമ്മളും കേരളത്തിലെ സിവിൽ സർവീസും ഈ പൊതുസമൂഹവും എല്ലാം അനുഭവിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഈ കേരള സംസ്ഥാനത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിന്റെ സിവിൽ സർവീസ്. 2016 മുതൽ 21 കൊണ്ടുവന്നു. 2021 ഏപ്രിൽ മാസം കേരളം പൊതു തെരഞ്ഞെടുപ്പിന്റെ പാതയിലേക്ക് പോകണമെന്ന് ശ്രീമാൻ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ മറന്നിട്ടില്ല. ആ കാര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ സിവിൽ സർവീസിലെ ജീവനക്കാരുടെ ഞങ്ങളാണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ വലതുപക്ഷ ഗവൺമെന്റാണ് അധികാരം ഞങ്ങൾ കവർന്നെടുക്കും. കേരളത്തിന്റെ സിവിൽ സർവീസിന് നല്ല ബോധ്യമുണ്ടായി. 2016-11 കാലഘട്ടത്തിൽ അധികാരത്തിലിരുന്ന ഗവൺമെന്റിനെ തുടർച്ചയായി കേരളത്തിലെ കൊണ്ടുവരണമെന്ന് അധികാരത്തിൽ വന്നു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ നമുക്കറിയാം കേരളം കോവിഡും മഹാപ്രളയവും നിപ്പയും എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാകുമ്പോൾ ഞാനും നമ്മളും അടങ്ങുന്ന കേരളത്തിന്റെ സിവിൽ സർവീസിനെ പൊതുസമൂഹത്തെ ഉള്ളം കൈയിലാണ് ഈ ഗവൺമെന്റ് കൊണ്ടു നടന്നത്. നിങ്ങൾ ഇന്നലെ കേരളത്തിന്റെ നിയമസഭയിൽ PPE കിറ്റുമായി വലിയ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നല്ലോ. എന്താണ് നമ്മുടെ ജീവൻ സംരക്ഷിക്കുവാൻ കഴിയുന്ന കോവിഡ് കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തു വില കൊടുത്തും ആ ജീവിതത്തെ സംരക്ഷിക്കുവാനാണ് ഗവൺമെന്റ് തയ്യാറായത്. നിങ്ങൾ പറയുന്ന മുക്കാചക്രമുണ്ടല്ലോ, ആ മുക്കാചക്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാവി ജീവിതമായിരുന്നു. ഞാനും നമ്മൾ അടങ്ങുന്ന കേരളത്തിന്റെ പൊതുജീവിതത്തെ സംരക്ഷിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എക്കാലവും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ പ്രളയത്തെയും കോവിഡ് കാലഘട്ടത്തെയും എല്ലാം പ്രതിസന്ധി എന്താണ്, അതിന് നയമെന്നും എന്താണ് ആ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും കേരളത്തിന്റെ സ്വന്തം സെറ്റോക്കാരനും അറിയാഞ്ഞിട്ടല്ല. എന്തേ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നയത്തിനെതിരെ കേരളത്തോട് സ്വീകരിക്കുന്ന നിഷേധ വ്യാമോഹമുണ്ടല്ലോ, അത് മനസ്സിലങ്ങ് വെച്ചാൽ മതി. 56-ൽ കേരള സംസ്ഥാനം രൂപീകരിച്ച് 1900-ൽ വന്നു. ആ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ എന്റെയും നമ്മുടെയും ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനുള്ള നിരവധിയായ കാര്യങ്ങൾ കൊണ്ടുവന്നു. കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയത്. നിങ്ങൾ ഉന്നയിക്കുന്ന ഡിമാൻഡുകളൊക്കെ ഉണ്ട്, നേടിയെടുത്തതാണ്. അന്നൊരു ജോയിന്റുകാരെയും കണ്ടില്ല, അന്നൊരു കോൺഗ്രസ് മുന്നണിയെയും കണ്ടില്ല. നിങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. ഈ കേരള